അപ്പൊ ചോദിച്ചു, പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം 4 കഴിഞ്ഞു. ഉമർ തങ്ങൾ നേരെ ചെന്നു. പൊന്നാര മകൾ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ അവിടുത്തെ മകളായ ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ്, ഹഫ്സ ബീവിയുടെ അടുത്തേക്ക്, യാ ഹഫ്സ, ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു, 4 മാസം. 4 മാസം. ചെറുപ്പക്കാരെയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്. അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ 4 മാസത്തിലധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും 4 മാസത്തിലധികം വൈകിക്കൂടാ, ഇല്ലാതിരിക്കുന്ന അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം പോയിരിക്കുകയാണ്. ഒരു കൊല്ലം നിന്നു അതിനെ പെണ്ണിനോട് ചോദിക്കണം, അല്ല പെണ്ണെ, ഞാൻ 1 കൊല്ലം കഴിഞ്ഞ് ലീവിട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി 2 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കല്ലേ ഇങ്ങനത്തൊക്കെ പെണ്ണ പിന്നെ പറഞ്ഞു, അല്ല എനിക്ക് കൃഷിക്കാൻ പറ്റൂല കേട്ടോ. 4 മാസം ലീവ് ഉണ്ടോ ഇല്ല, ഇല്ലെങ്കിൽ ജോലി ബാക്കി പോയി നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ, അന്തസ്സിന് ഹലാല് കൊണ്ട് ജീവിക്കുക. നിയമം ഇത് ബാധകല്ലേ? അതില്ലാത്തതുകൊണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയെന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാർ. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിതത്തിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചോന് വയറ് നിറയണില്ല. ബിസ്മി ചൊല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് പൂതി തീരുന്നില്ല. എന്തേ? പിശാചവന്റെ കൂടെയാണ്. പിശാചവന്റെ കൂടെയാണ്. ബിസ്മി ചൊല്ല്, അല്ലാഹ് നിന്റെ നാമത്തിലാണ്, നിന്റെ നാമത്തിലാണ്. ഈ ഒരു ശാരീരിക ബന്ധത്തിലെങ്ങാണ് നിന്നെ ഞങ്ങൾക്ക് മക്കളെ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പിശാചിന്റെ ബാധ ഏൽക്കരുത് പടച്ചോനെ എന്ന് ദുആയിരുന്ന് സമീപിക്കാൻ പറഞ്ഞു. എന്തേ? നിന്റെ ശരീരത്തിന് ആവശ്യം വരുമ്പോൾ നിർവഹിക്കാനുള്ളതാണ്. പക്ഷേ വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോക. എന്തേ? പിശാചിനൊപ്പ റൂഹിനെ അവർ കാണുന്നില്ലല്ലോ. അവർക്കെന്തോ റൂഹ് മതി വരുന്നില്ല. എങ്ങനെ മതി വരാതിരിക്കുന്നത്? നീ അള്ളാഹുവിന്റെ പേര് ചൊല്ലിയോ, അള്ളാഹുവിന്റെ ഇസ്മ ചൊല്ലിയോ, അള്ളാഹുവിന്റെ നാമത്തിലല്ലേ നിക്കാഹ് ചെയ്തത്? നിന്റെ ശരീരത്തിന്റെ ഒപ്പം റൂഹ് കിടക്കുന്നുണ്ട്, അതിന് കൊടുത്ത് ഭക്ഷണം. നിന്റെ റൂഹിനെ പരിപോഷിപ്പിക്ക്, പിശാചിനെ തട്ടിമാറ്റവിടുന്ന്. ജീവിതത്തിൽ ദിക്ർ വർദ്ധിപ്പിക്കുക. നമ്മുടെ റൂഹിന് കിട്ടുന്ന പോഷണമാണ്. ദിക്റുകളെ കൊണ്ട് അതാ കിട്ടുക, സ്വലാത്ത് കൊണ്ട് അതാ കിട്ടുക, ഖുർആൻ കൊണ്ട് അതാ കിട്ടുന്നത്. ഇത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ റൂഹിന്റെ ഭക്ഷണം കൂടെ ചെന്നാൽ നമ്മുടെ ഭൗതികവും നമ്മുടെ ഫിസിക്കൽ ആൻഡ് സൂപ്പർ ഫിസിക്കൽ, നമ്മുടെ സ്പിരിച്വൽ ശരീരത്തിനും അല്ലാഹു തആല പരിപോഷണം നൽകും. അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഭാര്യമാരുമായി ബന്ധപ്പെടുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാ. ഭർത്താവിന് സ്ഖലനം സംഭവിക്കുമ്പോ പിശാചിനും സ്ഖലിക്കുന്നതാണ്. ജനിക്കുന്ന കുട്ടിയിൽ പിശാചിന് വല്ലാത്ത സ്വാധീനം ഉണ്ടാകുന്നതാ.